സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ ജെയിംസ് കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിനാണ് മുന്നറിയിപ്പ് നൽകിയത്. പ്രവേശനം നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് വീണ്ടും അവസരം നൽകണമെന്ന് ജെയിംസ് കമ്മിറ്റി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്ത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കോളേജിന് നൽകിയിരിക്കുന്നത്? സൗമ്യ, കുറച്ച് ദിവസങ്ങളായി തന്നെ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെയായി നിരവധി പരാതികളാണ് ഇത്തരത്തിൽ യോഗ്യതകൾ മറികടന്നുകൊണ്ട് പല സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും പ്രവേശനം നടത്തുന്നു എന്ന് കാട്ടിക്കൊണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് മേൽനോട്ട സമിതി അധ്യക്ഷൻ കൂടിയായ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിക്ക് നിരവധി പരാതികൾ നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ദിവസവുമായി ഓരോ പരാതികളിൽ മേൽ നടപടി ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി സ്വീകരിച്ചു തുടങ്ങിയത്. ഇതിൽ ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ പരിശോധനയിൽ ശ്രീനാരായണ മെഡിക്കൽ കോളേജ്, എറണാകുളം നോർത്ത് പരവൂരുള്ള ശ്രീനാരായണ മെഡിക്കൽ കോളേജിനാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം നിരവധി വിദ്യാർത്ഥികളുടെ അപേക്ഷകളാണ് ബാങ്ക് ഗ്യാരണ്ടിയുടെ അപാകതകൾ കാരണം ഈ കോളേജ് നിരസിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്കെല്ലാം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ അപേക്ഷ നിരസിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും അവസരം നൽകണം എന്നാണ് ഈ കോളേജിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പും മുന്നറിയിപ്പും കോളേജിന്റെ പ്രിൻസിപ്പാളിനും ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കോളേജിൽ ഇത്തരത്തിൽ അപേക്ഷ നിരസിച്ച വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി കൗൺസിലിംഗിന് എത്തി പ്രവേശന നടപടികളിൽ പങ്കെടുക്കാനുള്ള അവസരം വീണ്ടും ഉറപ്പിക്കണം എന്നൊരു നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 400ഓളം പരാതികളാണ് ഇതിനോടകം തന്നെ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ യോഗ്യതകൾ മറികടന്നുകൊണ്ട് പല സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും പ്രവേശനം നടത്തുന്നു. അതോടൊപ്പം തന്നെ നീറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ഉറപ്പാക്കണം എന്ന് പല കോളേജുകൾക്കും നിർദ്ദേശം നൽകിയിട്ടും നീറ്റ് അട്ടിമറിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള പ്രവേശന നടപടികളുമായാണ് പല കോളേജുകളും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റു 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനും ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കോളേജുകൾ ഈ മാസം 20-നാകും തെളിവെടുപ്പിനായി ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിക്ക് മുമ്പിൽ എത്തേണ്ടത്. ഏതായാലും നീറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ഉറപ്പാക്കുക, യോഗ്യത മറികടന്നുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രവേശനവും അനുവദിക്കില്ല, ചട്ടം മറികടക്കാൻ അനുവദിക്കില്ല എന്നൊരു വ്യക്തമായ നിലപാടിൽ തന്നെയാണ് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി ഉള്ളത്. സൗമ്യ, നിലവിൽ നമുക്കറിയാം പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒരുപക്ഷെ അസോസിയേഷൻ ഇതിനോടൊക്കെ അനുകൂലിച്ചു നിന്നുവെങ്കിലും പല കോളേജുകളും ഇതിനെതിരായ നിലപാടുകൾ ആദ്യഘട്ടത്തിലൊക്കെ സ്വീകരിച്ച തരത്തിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളുമായി ഒക്കെ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ ഈ ഒരു നിലപാട് കോളേജിന്റെ? പ്രത്യേകിച്ചും ഇത്തരത്തിൽ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കരാറിലേക്ക് എത്താൻ തന്നെ പല സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കും വിമുഖതയുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രവേശന നടപടികളുമായി സർക്കാരുമായി സഹകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടും എന്നുള്ളതുകൊണ്ടായിരുന്നു പല കോളേജുകളും ഇത്തരത്തിൽ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ തന്നെ തീരുമാനിച്ചത്. എന്നാൽ തങ്ങൾക്ക് ഈ നീറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശനം ഉറപ്പാക്കുക എന്നുള്ളത് വലിയ തിരിച്ചടിയാകും എന്നാണ് പല കോളേജുകളും പറയുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നീറ്റ് അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് അവരുടെ അപേക്ഷകൾ നിരസിക്കുന്നു. പകരം നീറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടികയിൽ വളരെ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നു. ഇത് വലിയ തോതിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി പ്രവേശനത്തിന്റെ മേൽനോട്ട സമിതി കൂടിയായ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ ഇടപെടൽ ശക്തമാകുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സൗമ്യ കേസ് വിധിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ പ്രതീക്ഷയുണ്ടെന്ന് സൗമ്യയുടെ അമ്മ സുമതി. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട ശ്രമം നടത്തുന്നതിനിടെയാണ് സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം. ഗോവിന്ദചാമിക്ക് വധശിക്ഷ നൽകണമെന്ന സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്നും സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളിൽ പ്രതീക്ഷയുണ്ടെന്നും സുമതി പറഞ്ഞു. മുഖ്യമന്ത്രി വീട്ടിൽ വരുമെന്ന് പറഞ്ഞതിനാൽ ഉടൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ലെന്നും സുമതി അറിയിച്ചു. വധശിക്ഷ വിധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സുപ്രീം കോടതിയിൽ കേസ് വന്നേ പറ്റൂ. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണകൂടം ചെയ്യുന്നുണ്ട്. കോടാരക്കോടി ജനം എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സാറ് ഇപ്പൊ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഡൽഹിയിലെത്തിയ നിയമമന്ത്രി AK ബാലൻ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലർമാരുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേസ് നടത്തിപ്പിന് ഏറ്റവും മികച്ച അഭിഭാഷകനെ രംഗത്തിറക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. വിധിയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ തുടർ നടപടി സ്വീകരിക്കുന്നതോടെ നീതി ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ കഴിയുകയാണ് സൗമ്യയുടെ അമ്മ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ചിറ്റാറിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കാർണിവലിൽ ജയന്റ് വീലിൽ നിന്നും വീണ് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. ഇന്ന് പുലർച്ചെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് 15-കാരി പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കാർണിവലിൽ ജയന്റ് വീലിൽ നിന്നും തെറിച്ചു വീണ ഗുരുതരമായ പരിക്കുകളോടെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയായിരുന്ന പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം ഇന്ന് പുലർച്ചെയോടെയാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വെന്റിലേറ്ററിലായിരുന്ന പ്രിയങ്കയുടെ ആരോഗ്യസ്ഥിതി ഇന്നലെ അർദ്ധരാത്രിയോടെ വഷളാവുകയായിരുന്നു. പുലർച്ചെയോടെ 15 വയസ്സുകാരി പ്രിയങ്കയുടെ മസ്തിഷ്ക മരണം സംഭവിച്ചു. തിരുവല്ലയിലെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ അപേക്ഷ പരിഗണിച്ച് മൃതസഞ്ജീവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെൺകുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കഴിയുന്ന തൊടുപുഴ സ്വദേശി സാബുവിന് മാറ്റിവെക്കാനായി കൊണ്ടുപോയി. മറ്റവയവങ്ങളും വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. പ്രിയങ്കയോടൊപ്പം തന്നെ ജയന്റ് വീലിൽ നിന്നും തെറിച്ചുവീണ സഹോദരൻ അലൻ തൽക്ഷണം മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ദളിത് നേതാവ് ജിഗ്നേഷ് മെവാനിയെ വീട്ടുതടങ്കലിലാക്കി. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി ഇന്നലെ വൈകിട്ട് മെവാനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. മെവാനിയെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ആദ്യ കസ്റ്റഡിയിൽ വലിയ പ്രതിഷേധത്തിന് ഉയർന്ന പശ്ചാത്തലത്തിലും വീണ്ടും വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുജറാത്തിൽ ദളിത് നേതാവ് ജിഗ്നേഷ് മൊഹാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. വിവിധ ഇടത് സംഘടനകളുടെ സംയുക്തമായുള്ള നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ദില്ലി ജന്തർ മന്ദറിൽ പുരോഗമിക്കുകയാണ്. ജിഗ്നേഷ് മൊഹാനിയെ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് വിട്ടയച്ചു എന്നൊരു വാർത്തകൾ വന്നിരുന്നു. എന്നാൽ വീണ്ടും ജിഗ്നേഷ് മൊഹാനി ഇപ്പോൾ വീട്ടുതടങ്കലിലായിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നമ്മൾ ഗുജറാത്ത് പോലീസൊക്കെയായി ബന്ധപ്പെട്ടു. അപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഈ ആഘോഷ പരിപാടികൾ തടസ്സപ്പെടുത്താൻ ചില ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിഗ്നേഷ് മൊഹാനി അറസ്റ്റ് ചെയ്തതെന്നാണ് ഗുജറാത്ത് പോലീസ് പറയുന്നത്. അതിനാൽ നരേന്ദ്രമോദിയുടെ ജന്മദിന ആഘോഷം പൂർണ്ണമായി പൂർത്തിയാകാതെ നിലവിൽ ജിഗ്നേഷ് മൊഹാനിയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കില്ലെന്നും നിലവിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം എന്തായാലും ഉയരുകയാണ്. 100 കണക്കിന് പ്രവർത്തകരും മറ്റും ദില്ലി ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ട്. ഇടത് പ്രവർത്തകർ, CPM, അതോടൊപ്പം SFI ഒക്കെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം CPM PB അംഗം കൂടിയായ സുഭാഷിണി അലി നമ്മളോടൊപ്പം ചേരുകയാണ്. Comrade, how will you look on this house arrest of Jignesh Mehani? You see, it is very apparent that the Modi government is feeling that they are getting isolated, and that is why they are reacting in this completely sort of irrational, sort of unnecessary they are using force. Modi is going for his birthday in Gujarat. He is the Prime Minister of this country. Jignesh Mevani, he is a young man from the Dalit community. He said we should not allow this celebration. But we know what is the state power, the strength of the state. Instead of reacting like a normal democratic government, as soon as he returned from Delhi, he has been arrested and he was kept in the lockup, and today he is under house arrest. What is the meaning of this? The meaning is that the movement that has started in Gujarat, and it is a movement of the most oppressed people, even among Dalits the most oppressed, who were forced to do this scavenging. Suddenly they have got courage and they are standing up and they are saying, okay, we are not going to do this work, give us land. This demand for land, I tell you, this is what is the real fear of Modi and his government, because the landless all over India are responding to this demand and saying, yes, give us land. You cannot give us jobs. You are not giving us anything. Give us land. We will cultivate land. We will live our lives with dignity and respect. This demand is going to spread in the whole of India like anything, and this battle for self-respect and for rights is also going to go all over the country. So they are reacting in this way, arresting Mevani, arresting that boy from Kashmir, shooting people in Kashmir, talking nonsense in Kerala, trying to say that Onam is the celebration of Vaman Avatar, it's a Hindu festival, that Narayana Guru was a Hindu saint. All this they are doing to just polarize people. But today many people have started understanding what is their politics, and they are uniting against that politics. എന്തായാലും ഇന്നലെ ദളിത് സംരക്ഷക് റാലി കൂടി ദില്ലിയിൽ നടന്നിരുന്നു. ദളിതർക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ ആക്രമണങ്ങൾക്കെതിരെ ഈ ജിഗ്നേഷ് മെഹാനി തന്നെയാണ് അന്ന് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇന്നലെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിഗ്നേഷ് മെഹാനിയെ വീണ്ടും വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധം ദില്ലിയിൽ ശക്തമാവുകയാണ്.
ഉള്ള പ്രതിഷേധം വലിയ രീതിയിൽ ദില്ലിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പി ജയരാജനെ ക്ഷണിച്ചതിന്റെ പേരിൽ RSSകാർ വിവാഹം ബഹിഷ്കരിച്ചു. കൂത്തുപറമ്പ് പാലായിലെ വിവാഹമാണ് RSSകാർ ബഹിഷ്കരിച്ചത്. പി ജയരാജന്റെ FB പോസ്റ്റിലാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഒരാൾ വരുന്നു, എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയില്ല, അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് ക്ഷണക്കത്ത് തന്നു, ഇത്രാം തീയതിയാണ് നിങ്ങൾ കല്യാണത്തിന് വരണം. ഈ വരൻ്റെ അച്ഛൻ വന്നിട്ട് കല്യാണത്തിന് ക്ഷണിക്കുന്നത്. അപ്പോൾ എന്നെ ക്ഷണിച്ചതിൻ്റെ പേരിൽ RSSനെ കുറച്ച് സ്വാധീനമുള്ള പ്രദേശമാണ് അവിടെ. RSSകാർ പൂർണ്ണമായിട്ട് ആ കല്യാണ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇതാണ് അവർ ഉണ്ടാക്കുന്ന സംസ്കാരം. സാമൂഹ്യമായിട്ടുള്ള ചടങ്ങുകളുണ്ടല്ലോ, കല്യാണം, വിവാഹം, മരണം. അപ്പോൾ ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ അത്തരം ചടങ്ങുകളിൽ പോലും രാഷ്ട്രീയ വിരോധം പ്രകടിപ്പിക്കാനുള്ള നിലക്കുള്ള ഒരു ബോധവൽക്കരണം RSSനകത്ത് നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് അസഹിഷ്ണുതയുടെ അങ്ങേത്തലക്കാണ് RSS നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ആപ്ലിക്കേഷന്റെ വീഴ്ച കണ്ടെത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഫേസ്ബുക്കിന്റെ $16,000 വീണ്ടും സമ്മാനം ലഭിച്ചു. കൊല്ലം ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജിലെ 6ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അരുൺ S. കുമാറാണ് സമ്മാനത്തിന് അർഹനായത്. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള തൃശൂർ പുലിക്കളി ഇന്ന്. അരമണി കെട്ടി വയർ കുലുക്കി പുറത്തു ചാടുന്ന പുലിവേഷക്കാർ പൂരനഗരിയിലെത്തുന്ന ആയിരങ്ങളെ ആവേശം കൊള്ളിക്കും. സാംസ്കാരിക നഗരിയിൽ നിന്ന് പുലിക്കളിയുടെ വിശേഷങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, പുലികളെല്ലാം തയ്യാറായി കഴിഞ്ഞോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സൗമ്യ, തീർച്ചയായും 10 സംഘങ്ങളാണ് ഈ കുറി പുലികളിയിൽ പങ്കെടുക്കുന്നത്. 10 സംഘങ്ങളുടെയും പുലിമടകളിൽ പുലികൾ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കുറി ചരിത്രം തിരുത്തി കുറിഞ്ഞ ദിയൂർ ദേശത്തിൽ നിന്ന് പെൺപുലികളും പങ്കെടുക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് പെൺപുലികളുടെ വേഷം കെട്ടിയുള്ള പുലി ചുവടുകൾ കാണാനായി ഏവരും ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. അവരുടെ വേഷവിധാനങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം പുറത്തേക്ക് ഘോഷയാത്രയ്ക്കായി തയ്യാറായി എത്തും. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഏവരും ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം പുലിവണ്ടികളും അരമണികളും എല്ലാം തന്നെ പുലിക്കൊത്തിലും എല്ലാം തന്നെ കൗതുകങ്ങൾ കാത്തു സൂക്ഷിച്ചാണ് 10 സംഘങ്ങളും തയ്യാറെടുത്തിട്ടുള്ളത്. അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കും. 4 മണിയോടുകൂടി ആദ്യ സംഘം നടുവിലാൽ പരിസരത്ത് എത്തിച്ചേർന്ന് നാളികേരമുടച്ച് സ്വരാജ് റോഡിൽ പ്രവേശിക്കുന്നതോടെയാണ് പുലികളിക്ക് തുടക്കം കുറിക്കുന്നത്. സൗമ്യ, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. 76ാം വയസ്സിലും പതിവ് തെറ്റിക്കാതെ ചാത്തുണ്ണി ആശാൻ ഇക്കുറിയും പുലികളിക്കായി എത്തും. തുടർച്ചയായ 60ാം പുലികളിക്കായാണ് ചാത്തുണ്ണി തയ്യാറെടുക്കുന്നത്. പ്രായമേറിയ പുലിക്ക് ആദരമൊരുക്കാനായി ഇക്കുറി അയ്യന്തോൾ ദേശം പുലികളി സംഘത്തെ ഇറക്കുന്നുമുണ്ട്. പുലിയെന്നാൽ വലിയ ശരീരവും ഒത്ത കുടവയറും വേണമെന്നാണ് വെപ്പെങ്കിലും കഴിഞ്ഞ 60 വർഷമായി പുലിവേഷം കിട്ടുന്ന ചാത്തുണ്ണിയാച്ചാൻ പക്ഷേ ഇങ്ങനെയൊന്നുമല്ല. ജന്മനാടായ അയ്യന്തോളിൽ ഇതുവരെ പുലികളി സംഘങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റ് സംഘങ്ങളിലായിരുന്നു ചാത്തുണ്ണിയുടെ പങ്കാളിത്തം. പതിവ് തെറ്റിക്കാതെ 60ാം വർഷത്തിൽ കളിക്കൊരുങ്ങിയപ്പോൾ സ്വന്തം നാടിന്റെ പേരിൽ ഒരു പുലികളി സംഘത്തെ ഇറക്കണമെന്ന ആശാന് ആഗ്രഹം പറഞ്ഞറിയിച്ചതോടെ നാട്ടുകാർ ചാത്തുണ്ണിയോടുള്ള ആദരസൂചകമായി അയ്യന്തോൾ ടീമിനെ രംഗത്തിറക്കുകയാണ്. കഴിയുന്നവര് ഇതുവരെ ആവശ്യം തന്നെയായിരുന്നു. കഴിയുന്നവര് നമുക്ക് നല്ല ആവശ്യം. പിന്നെ ഞാൻ ഈ കുറച്ചെങ്കിൽ ഇരുന്ന് കഴിക്കാത്ത ആളാ. 41 ദിവസം വീട്ടില്. ഈ വർഷം സ്വന്തം നാടിന്റെ സംഘത്തിനായി ചുവടുവയ്ക്കാൻ അവസരം ലഭിച്ചതിൽ ചാത്തുണ്ണി ഏറെ സന്തോഷത്തിലാണ്. പ്രായം 76 പുലിക്കൊട്ട് കേട്ടാൽ ഈ കാരണവർ പുലിക്ക ചുവടുവെക്കാതെ നിൽക്കാനാവില്ല. തുടർച്ചയായ 60ാം വർഷവും ഒപ്പം കളിക്കുന്ന പുലികൾക്ക് ആവേശമാവുകയാണ് ചാത്തുണ്ണിയേട്ടൻ. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. 3 ദിവസം നീളുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ദില്ലിയിൽ തുടക്കമായി. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകങ്ങളിലും നടപ്പാക്കുന്നതിനെപ്പറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പാർട്ടി ആരംഭിച്ച പ്രക്ഷോഭ പരിപാടികളുടെ പുരോഗതി വിലയിരുത്തി
കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ആരംഭമായി. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ കാരണം വിലക്കയറ്റം രൂക്ഷമായത് സാധാരണക്കാരെ വലയ്ക്കുന്നു. ഇതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം നടത്താനാണ് തീരുമാനം. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തിയ സെപ്റ്റംബർ 2 പണിമുടക്കിനെക്കുറിച്ച് യോഗത്തിൽ വിലയിരുത്തലുണ്ടാകും. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകങ്ങളിലും നടപ്പിലാക്കുന്നതിന്റെ പുരോഗതി യോഗം പരിശോധിക്കും. മറ്റൊരു പ്രധാന അജണ്ട ഒക്ടോബർ വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷം വരികയാണ്. ആഘോഷ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുന്നത് ഈ കേന്ദ്ര കമ്മിറ്റി യോഗമാകും. സംഘടനാ വിഷയങ്ങളാണ് പ്രധാനമായും 3 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നത്. അംഗങ്ങൾ ഉന്നയിക്കുന്ന മറ്റു വിഷയങ്ങളും ചർച്ചയാകും. ദില്ലി AKG ഭവനിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്.